ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അക്ഷരാസ് ടാരോട്ട് അവേക്കനിങ്. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് നോക്കുന്നത് ഒരു ജനറൽ റീഡിംഗ് ആണ്. അതായത് നിങ്ങൾ ഇപ്പോൾ യൂണിവേഴ്സ് ബ്ലെസ്സിങ്സ് റിസീവ് ചെയ്യാനുള്ളൊരു മോഡിലാണോ എന്നാണ് നോക്കുന്നത്. അപ്പോൾ അതിനെന്തെങ്കിലും ബ്ലോക്ക്സ് ഉണ്ടോ, എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരുപാട് ട്രൈ ചെയ്യുന്നൊരു കാര്യം അല്ലെങ്കിൽ ആഗ്രഹിച്ച പല കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്താത്തതിൻ്റെ റീസൺ എന്താണ്, എന്തൊക്കെയാണ് അതിലുള്ള ബ്ലോക്കേജസ്, അത് റിസീവ് ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. ഇത് ഈ സിറ്റുവേഷനിൽ പോകുന്ന വ്യക്തികളിലേക്ക് ഈ വീഡിയോ വരാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസ് നോക്കുക, എനർജി നോക്കുക, അതിനുശേഷം മാത്രം റീഡിങ്ങിലെ പോസിറ്റീവ് കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക. നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഈ റീഡിംഗ് പൂർണ്ണമായിട്ടും ഇഗ്നോർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് റീഡിങ്ങിനായി ലഭിച്ചിരിക്കുന്ന കാർഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. 6 ഓഫ് പെൻറ്റക്കിൾസ്, 5 ഓഫ് പെൻറ്റക്കിൾസ്, 7 of Pentacles, 9 of Cups, 4 of Cups. അപ്പോൾ ഈ റീഡിങ്ങിൽ കൂടുതലായിട്ടും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇമോഷണൽ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ആയിരിക്കണം കൂടുതലായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ ഇപ്പോൾ ഒരു കറൻറ്റ് വൈബ്രേഷൻ അല്ലെങ്കിൽ ഒരു കറൻറ്റ് എനർജി എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ പല കാര്യങ്ങൾ പലർക്ക് വേണ്ടി ചെയ്യാൻ സന്നദ്ധരായി നിൽക്കുന്ന ഒരു ഇതിലാണ് കാണുന്നത്. ചെയ്യുന്നുമുണ്ട്. നിങ്ങൾ ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എപ്പോഴും തയ്യാറായി നിൽക്കുന്നതാണ്. അതിപ്പോൾ സ്നേഹത്തിൻ്റെ കാര്യത്തിലായാലും നിങ്ങൾ ചാരിറ്റിപരമായിട്ട് അല്ലെങ്കിൽ പണം എന്തെങ്കിലും കൊടുക്കാൻ, പണമിടപാടുകൾ, സാമ്പത്തികമായിട്ട് മറ്റുള്ളവരെ സഹായിക്കുക, അങ്ങനത്തെ എല്ലാ കാര്യത്തിലും നിങ്ങൾ കൊടുക്കാനായിട്ട് 100% തയ്യാറായി നിൽക്കുന്ന ഒരു ഇതിലാണ് കാണുന്നത്. ബട്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങൾ ഒന്ന് റിസീവ് ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥ നിങ്ങളുടെ കാണുന്നില്ല. നിങ്ങൾ കൊടുക്കുന്നതനുസരിച്ച് മറ്റുള്ളവരിൽ നിന്നൊരു ഹെൽപ്പ് വാങ്ങാനോ നിങ്ങൾക്ക് ഒരു മാനസികമായിട്ടൊരു തയ്യാറെടുപ്പില്ലാത്തൊരു സ്റ്റേജിലാണ് നിങ്ങളുടെ എനർജി നിൽക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പല ടൈമിലും തോന്നും അതിൻ്റെ ഒരു ആവശ്യം ഇല്ല, പല കാര്യങ്ങളും പലരുടെ അടുത്തൊരു ഹെൽപ്പ് ചോദിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊരു റീത്തിങ് നിങ്ങളുടെ മൈൻഡിൽ വരുന്നുണ്ട്. അതേസമയം അവരോട് ഒരുപാട് ഡിപ്പെൻഡൻ്റ് ആകണ്ട, അവരെ ആശ്രയിക്കേണ്ട എന്നൊരു തോട്ട് പ്രോസസ്സ് നിങ്ങളുടെ മൈൻഡിലുണ്ട്. അതാണ് നിങ്ങളുടെ ഇപ്പോൾ ഒരു കറൻറ്റ് വൈബ്രേഷനായി നിൽക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം അല്ലെങ്കിൽ യൂണിവേഴ്സൽ ബ്ലെസ്സിങ് നിങ്ങളിലേക്ക് എത്താനുള്ളൊരു നിങ്ങൾക്ക് എത്രത്തോളം ഒരു ഹാർട്ടിൻ്റെ ഓപ്പൺനെസ് ഉണ്ട് ആ ഒരു കാര്യം സ്വീകരിക്കാനെന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ഒരു ഭയമുണ്ട്. നിങ്ങളൊരു മാറ്റി നിർത്തുമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ളൊരു അർഹതയുണ്ടോ എന്നുള്ളൊരു തോന്നൽ നിങ്ങളുടെ മൈൻഡിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പലരുടെ അടുത്ത് അപ്രോച്ച് ചെയ്യാനായിട്ട് അതിന് ആഗ്രഹിച്ച പോലെ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു രീതിയിലേക്ക് അല്ലെങ്കിൽ ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് അവരിൽ നിന്ന് വാങ്ങാനായിട്ട് അല്ലെങ്കിൽ അവരിൽ നിന്നും ആവശ്യപ്പെടാനായിട്ട് നിങ്ങൾക്ക് അതിനുള്ളൊരു അർഹത ഉണ്ടോ എന്നൊരു തോന്നൽ നിങ്ങൾക്ക് പലപ്പോഴും ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ടൈമിൽ നിങ്ങളൊരു സെൽഫ് ഡൗട്ട് നിങ്ങളുടെ മൈൻഡിൽ ഒരുപാട് വരുന്നുണ്ട്. ഒരു കോൺഫിഡൻസ് ലെവലിൻ്റെ വളരെ കുറവാണ്. നിങ്ങളുടെ ഒരു മാനസികമായിട്ടൊരു ഹാർട്ടിൻ്റെ ഓപ്പൺനെസ് ഒരു ബാരിയറായിട്ട് ഇവിടെ നിൽക്കുന്നത് നിങ്ങളുടെ ഒരു സെൽഫ് ഡൗട്ട് തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ മൈൻഡിൽ എത്രത്തോളം ഓപ്പൺനെസ് ഉണ്ട് ആ ഒരു കാര്യത്തെ അച്ചീവ് ചെയ്യാൻ അല്ലെങ്കിൽ ബ്ലെസ്സിങ് നിങ്ങളിലേക്ക് എത്താനെന്ന് നോക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ എഫേർട്ട് ഒരുപാട് എടുത്തിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, സിൻസിയറായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നതൊക്കെ കാണുന്നുണ്ട് ഇവിടെ. പക്ഷേ അറ്റ് ദ സെയിം ടൈം നിങ്ങളൊരു റൈറ്റ് ടൈമിനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണുന്നത്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള കഴിവുകൾ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള അവസരങ്ങൾ ഉപയോഗിക്കുന്നില്ല, അതിൻ്റെ സമയമായിട്ടില്ല, പിന്നീടാകാം അല്ലെങ്കിൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് എന്തായാലും യൂണിവേഴ്സൽ ബ്ലെസ്സിങ് നിങ്ങളിലേക്ക് വരും എന്നുള്ളത് 100% ഉറപ്പാണ് ഇവിടെ. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പല കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ചിന്തിക്കേണ്ട പല ചിന്തകളായിരിക്കാം, പ്രവൃത്തികളായിരിക്കാം. പക്ഷെ അതിനൊരു റൈറ്റ് ടൈമിലേക്ക് കാര്യങ്ങൾ നീട്ടിവെക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അടുത്തത് നിങ്ങൾക്ക് എന്താണ് ഒരു ബ്ലോക്കേജ് നിങ്ങളിലേക്ക് അത് വരാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് നടക്കുന്നില്ല, അതിനൊരു ബ്ലോക്കേജ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സ്വന്തം ചിന്തകൾ തന്നെയാണ്. നിങ്ങളിൽ ആ ഒരു കോൺഫിഡൻസ് കുറവ് തന്നെയാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ എല്ലാം കൊണ്ടൊരു കോൺഫിഡൻ്റ് ആയ ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ എനിക്ക് അതിന് അർഹതയുണ്ട് എന്നുള്ളൊരു സ്വയം ബോധം നിങ്ങൾ കൊണ്ടുവരേണ്ട ഒരു ആവശ്യമാണ് ഇവിടെ കാണുന്നത്. അതില്ലാത്തത് കൊണ്ട് തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന പല അച്ചീവ്മെൻറ്റ്സും നിങ്ങളിലേക്ക് എത്താനുള്ളൊരു ഡിലേ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ ചെയ്യാനുള്ളത്. അതില്ലാത്തതിൻ്റെ പേരിലാണ് പല കാര്യങ്ങളിൽ നിങ്ങളിലേക്ക് എത്തില്ല എന്നുള്ള രീതിയിൽ എത്തിയാലും ലാസ്റ്റ് ടൈം നിങ്ങളുടെ കയ്യിൽ നിന്ന് പല കാര്യങ്ങൾ പോകുന്നതായിട്ടും നിങ്ങൾ വിചാരിച്ച പോലെ ആ ഒരു അച്ചീവ്മെൻറ്റിലേക്ക് എത്താൻ സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഗൈഡൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് പല അവസരങ്ങളുണ്ട്, പക്ഷെ അതൊന്നും നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്നില്ല. പല അവസരങ്ങളാകാം, പല വ്യക്തികളിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പായി നിങ്ങളുടെ തന്നെ ഒരു സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിനുള്ള അവസരങ്ങൾ ഒരുപാട് നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ കാണുന്നുണ്ട്. പക്ഷെ നിങ്ങളിപ്പോഴും
ഒരു ബോറായിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ അതിനൊന്നും കാര്യമായിട്ട് എടുക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളിൽ തന്നെ നിങ്ങളൊരു പ്രതീക്ഷ കാണാത്ത രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മുന്നിലുള്ള അവസരങ്ങളെ ബുദ്ധിപൂർവ്വം സ്വീകരിക്കുക, അതിനനുസരിച്ചൊരു ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ളൊരു മെസ്സേജ് എന്ന് പറയുന്നത്. എന്തായാലും നിങ്ങളിലേക്ക് ഒരു യൂണിവേഴ്സൽ ബ്ലെസ്സിങ്സ് ഉള്ളത് തന്നെയാണ് ഇവിടെ കാണുന്നത്. യൂണിവേഴ്സ് ബ്ലെസ്സിങ് നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും എത്തും. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന എന്ത് കാര്യം തന്നെ ആയാലും അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളിൽ ചുറ്റുമുള്ള നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന പേഴ്സൺസ് ഉണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു അപകർഷതാബോധമായിരിക്കാം മറ്റുള്ളവരിൽ നിന്ന് ഹെൽപ്പ് വാങ്ങണ്ട, അവരിൽ നിന്നും ആശ്രയിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള തോട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് ടോട്ടലി അങ്ങ് മാറ്റി വെച്ചേക്കാം. കാരണം അത് നിങ്ങളുടെ ഗ്രോത്തിന് തന്നെ സഹായിക്കുള്ളൂ. നിങ്ങളൊരു കാര്യം മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങളൊരു പെർട്ടിക്കുലർ പോയിന്റിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു അഡ്വൈസ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. മുന്നിലുള്ള അവസരങ്ങളെ കാണാം. ഇനി അവസരങ്ങൾ വരും, അല്ലെങ്കിൽ പിന്നീടാകട്ടെ എന്ന് ചിന്തിച്ച് പിന്നോക്കം നിൽക്കാതെ മുന്നിലുള്ള അവസരങ്ങളെ പൂർണ്ണമായ കോൺഫിഡൻസോട് കൂടി തന്നെ മൂവ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ളൊരു യൂണിവേഴ്സൽ അഡ്വൈസ് ആയിട്ട് കാണുന്നത്. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇതുവരെ. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പേഴ്സണൽ റീഡിംഗ് ആഗ്രഹിക്കുന്നവർക്ക് സ്ക്രീനിലുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.